കുവൈറ്റിലുള്ള ക്രിസ്തീയ കലാകാരന്മാരെയും കലാകാരികളെയും പരിചയപ്പെടുത്തുന്നതിന് ഹാർവസ്റ്റ് TV ഒരുക്കിയിട്ടുള്ള പ്രവാസി സംഗീതം എന്ന പ്രോഗ്രാമിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തൻ്റെ തനതായ ആലാപന ശൈലിയിലൂടെ കുവൈറ്റിലുള്ള കലാകാരുടെ ആസ്വാദകരുടെ ഹൃദയം കവർന്നെടുത്ത പ്രിയപ്പെട്ട ബിനോയ് യോഹന്നാനാണ് ഇന്ന് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അതിഥി. പ്രിയപ്പെട്ട ബിനോയ് യോഹന്നാൻ സാറിനെ ഹാർവസ്റ്റ് TVയുടെ പ്രവാസി സംഗീതം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം. ഈ തിരക്കിനിടയിലും സാറ് അല്പനേരം ഈ ഹാർവസ്റ്റ് TVയുടെ പ്രേക്ഷകർക്കായി സമയം ചിലവഴിച്ചതിലുള്ള നന്ദി ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ് സാറിനെ പോലെ സീനിയറായിട്ട് കുവൈറ്റിൻ്റെ പ്രദേശത്തിൻ്റെ ക്രൈസ്തവ സംഗീതത്തിന് ഏറെ നല്ല സംഭാവനകൾ നൽകിയിട്ടുള്ള സാറിനെ ഇന്ന് സാറിനെ അറിയാത്ത പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സാറ് എത്ര നാളായി കുവൈറ്റിൽ വന്നിട്ട്? ഞാൻ കുവൈറ്റ് വന്നിട്ട് 32 വർഷമായി. ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം, നല്ല സമയം. ഈ പ്രവാസ ജീവിതം കുവൈറ്റിലേക്കായിരുന്നു അതോ വേറെ എവിടെയെങ്കിലും പോയിട്ട്? ഞാൻ ആദ്യം പ്രവാസ ജീവിതം ഡൽഹിയിലൊരു 10 വർഷം ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് വെളിയിൽ ആദ്യം കുവൈറ്റ് തന്നെയാണ്. 94 ജോലി സംബന്ധമായിട്ട് തന്നെയാണ് സാറ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്? ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരോടും ചോദിക്കും, നാട്ടിൽ നിന്ന് പഠിച്ചു വന്നതിൻ്റെ ഭാഗം തന്നെയാണോ ചെയ്യുന്ന ജോലിയും? പഠിച്ചു വന്ന ഭാഗത്തിൻ്റെ ഒരു ഭാഗമുണ്ടെന്നേ, പൂർണ്ണമായിട്ട് അതിനെ മാറിയിട്ട് അല്ലേ? ആ ജോലിയോടൊപ്പം സാറ് സംഗീതവും ഒരുപോലെ തന്നെ കൊണ്ടുവന്നുള്ളൂ. സാറ് സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ചിരുന്നതാണ്? ഞാനൊരു കുറച്ച് വർഷങ്ങൾ പഠിച്ചിരുന്നുണ്ട്. നാട്ടിൽ ശാസ്ത്രീയ സംഗീതം പഠിച്ചിരുന്നു. ഒരു സ്കൂളിലോ അതോ ഒരു പ്രത്യേക ഗുരുവിൻ്റെ കീഴിൽ പഠിച്ചു? ഗുരുവിൻ്റെ പേര് ഓർമ്മയുണ്ടോ? ഗുരുവിൻ്റെ പേര് സൈമൺ സാർ എന്നാണ്. സൈമൺ സാറിൻ്റെ കീഴിൽ സംഗീതം അഭ്യസിച്ചിരുന്നു. ഒരു ഡിഗ്രി അങ്ങനെയൊന്നുമല്ല, എന്നാൽ സാറിന് ബേസിക് നോളജ് ഉൾപ്പെടെ സാറിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ ശാസ്ത്രീയമായി അഭ്യസിച്ചിരുന്നു എന്ന് തോന്നൽ. സാറ് കുവൈറ്റിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഈ സംഗീതത്തിൻ്റെ ഫീൽഡിൽ എവിടെയാണ് സാറ് ഉൾപ്പെടുന്ന? സഭയോട് ചേർന്നുള്ള സംഗീതമാണോ അതല്ലാതെ? ഉൾപ്പെടുന്ന സഭയോട് ചേർന്നാണ് കൂടുതലും. പിന്നെ പൊതുപരിപാടികളൊക്കെ, അതായത് നമ്മുടെ ക്രിസ്ത്യനായിട്ടുള്ള ഡിവോഷണൽ പ്രോഗ്രാമിലൊക്കെ പാടുമ്പോൾ വിളിക്കും, അപ്പോൾ അവിടെ പോയി പാടും. പക്ഷെ അതിൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷവും അനുഗ്രഹവും തീർച്ചയായിട്ടും. അതായത് ഞങ്ങളതാ പറഞ്ഞത്, ഇവിടെ കുവൈറ്റിൽ നടക്കുന്ന മിക്കവാറും നല്ല ക്രിസ്ത്യൻ ഡിവോഷണൽ പ്രോഗ്രാമിനൊക്കെ സാറിൻ്റെ സാന്നിധ്യം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. സാറിൻ്റെ ആലാപന ശൈലിക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. സാധാരണക്കാർ കൈവെക്കാത്ത മേഖലയിലേക്ക് കയറി ചെല്ലുന്ന ഒരു സന്തോഷം ഞങ്ങൾ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. സാറ് ശരിക്കും നാട്ടിൽ എവിടെയാണ് സാർ? നാട്ടിൽ എൻ്റെ പ്രോപ്പർ സ്ഥലം കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ എന്ന് പറയും. കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ ഒരു താലൂക്കാണ് ഞങ്ങളുടെ. കുന്നത്തൂർ. അവിടെ നിന്ന് 32 വർഷം മുമ്പ് കുവൈറ്റിലേക്ക്? 32 വർഷം. ഞാൻ 38 വർഷം മുന്നേ ഡൽഹി പോയി. ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് കുവൈറ്റിൽ വരും. കുവൈറ്റിൽ 32 വർഷമായി പൂർത്തിയാക്കി. 94 വന്നിട്ട് ഇപ്പം അത് വന്നത് മുതലേ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു അങ്ങനെ വല്ലതും അല്ല? കമ്പനികൾ മാറി നമ്മുടെ സൗകര്യത്തിൽ പോകുന്നുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ സാറ് ഈ സംഗീതം കയ്യിൽ കൊണ്ടുപോകുന്നുണ്ട്, നെഞ്ചോട് ചേർത്ത് വെച്ച് കൊണ്ടുപോകുന്നു ഞങ്ങൾ പലപ്പോഴും കാണുന്നുണ്ട്. സാറ് ഉൾപ്പെടുന്ന സഭ ഏതാണ്? ഞാൻ കുവൈറ്റ് AG സഭയിലാണ് കൂടുന്നത്. കുവൈറ്റ് അസംബ്ലി സഭ. ശരി. ഇവിടെ അതിൻ്റെ ഒരു നല്ല ഗായക സംഘവും സാറിൻ്റെ നേതൃത്വത്തിലും ഒക്കെ ആയിട്ടുണ്ടല്ലോ. കൂടാതെ സാറ് ഇവിടെ KTMCC അസിസ്റ്റന്റ് കൊയർ മാസ്റ്ററാണ്. KTMCC ഗായക സംഘത്തിൻ്റെ അസിസ്റ്റന്റ് കൊയർ മാസ്റ്ററും കൂടെ. അപ്പോൾ സാറിന് ജോലിയുടെ സമയത്തും ജോലി കഴിഞ്ഞും കിട്ടുന്ന സമയം മാക്സിമം അല്ലേ ദൈവനാമത്വത്തിനായിട്ട് സാറ് ചെലവഴിക്കാറുണ്ട്. തീർച്ചയായിട്ടും സാറിൻ്റെ ആലാപന ശൈലിയിൽ ഒരു പ്രത്യേകതയിൽ ഒരു നല്ല പാട്ട് ആദ്യമേ കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ആദ്യം സാറിൻ്റെ ഒരു പാട്ടിലേക്ക് പോവാം. ഏത് പാട്ടായിരിക്കും സാറ് പാടുന്നത്? ഞാൻ ആദ്യം ഈ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ ഒരു പാസ്റ്റർ ഒരു പാട്ട് പഠിപ്പിച്ചായിരുന്നു. ആ ഒരു മെലഡി ആയിട്ടുള്ളൊരു പാട്ട് പാടാമെന്ന് വെച്ചാൽ സ്വർഗപിതാവേ നിന്നാമെന്ന് പറഞ്ഞൊരു പാട്ടാണ് ആദ്യം പാടാം. തീർച്ചയായിട്ടും നമുക്ക് സാറിൻ്റെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
വാഴ്ത്തപ്പെടട്ടെ നിന്നാമം. സ്വർഗപിതാവേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ നിന്നാമം. അഗതികൾ ഞങ്ങൾ നിൻ പാതേ അണയുന്നു നാഥ നിൻ പാതേ. അഗതികൾ ഞങ്ങൾ നിൻ പാതേ അണയുന്നു നാഥ നിൻ പാതേ. സ്വർഗപിതാവേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ നിന്നാമം. ദൂതവൃന്ദങ്ങൾക്കാരാധ്യനാകും ദേവദേവാദിദേവസുധാ. ദൂതവൃന്ദങ്ങൾക്കാരാധ്യനാകും ദേവദേവാദിദേവസുധാ. വാഴ്ത്തുന്നു ഞങ്ങൾ തിരുനാമം. വാഴ്ത്തപ്പെടട്ടെ നിന്നാമം. വാഴ്ത്തുന്നു ഞങ്ങൾ തിരുനാമം. വാഴ്ത്തപ്പെടട്ടെ നിന്നാമം. സ്വർഗപിതാവേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ നിന്നാമം. ദിനം തോറും ചെയ്യും നന്മകൾക്കായി സ്തോത്രയാഗങ്ങളർപ്പിക്കുന്നു. ദിനം തോറും ചെയ്യും നന്മകൾക്കായി സ്തോത്രയാഗങ്ങളർപ്പിക്കുന്നു. വാഴ്ത്തുന്നു ഞങ്ങൾ തിരുനാമം. വാഴ്ത്തപ്പെടട്ടെ നിന്നാമം. വാഴ്ത്തുന്നു ഞങ്ങൾ തിരുനാമം. വാഴ്ത്തപ്പെടട്ടെ നിന്നാമം. സ്വർഗപിതാവേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ നിന്നാമം. അഗതികൾ ഞങ്ങൾ നിൻ പാതേ അണയുന്നു നാഥ നിൻ പാതേ. അഗതികൾ ഞങ്ങൾ നിൻ പാതേ അണയുന്നു നാഥ നിൻ പാതേ. സ്വർഗപിതാവേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ നിന്നാമം. സാറേ ശരിക്കും വളരെ നന്നായിരുന്നു ഈ പാട്ട്. വളരെ ഹൃദ്യമായിട്ട് തോന്നി. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ചില വരികൾ നമ്മളെ സ്ട്രൈക്ക് ചെയ്യാറുണ്ട് അല്ലേ? ട്യൂണിനേക്കാളൊക്കെ ദിനം തോറും ചെയ്യുന്ന നന്മകളെ
ഒരു പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യൻ മറന്നു പോകുന്നത് അതാണ് അല്ലേ. ദൈവം ചെയ്ത നന്മകളാണ്. ദൈവം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മുടെ ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ്. നമ്മുടെ പറയുന്ന നന്മയും നമ്മുടെ സ്തുതിയൊക്കെയാണ് ദൈവത്തിന് നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആ രീതിയിൽ ഈ ഒരു പാട്ട് തീർച്ചയായിട്ടും കേട്ടവരുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം തന്നെയാണ്. സാറേ, നമുക്ക് വീണ്ടും സാറിൻ്റെ നാട്ടിലുള്ള കുടുംബത്തെ പറ്റി ഒന്ന് പരിചയപ്പെടാം. നാട്ടിൽ എൻ്റെ അപ്പച്ചനും അമ്മയും ഉണ്ട്, ഇപ്പോഴും രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട് ആരോഗ്യമായിട്ട്. ആരോഗ്യം അതിൻ്റെതായ ക്ഷീണങ്ങളും പ്രയാസങ്ങളുമേ ഉള്ളൂ. പിന്നെ എനിക്ക് 3 പെങ്ങന്മാരായിരുന്നു. അവർ മൂന്നിടത്ത് കല്യാണം കഴിച്ച് അവർ മാറി. ഇവിടെ ഞാനും വൈഫ് സുമ, എനിക്ക് 2 പെൺമക്കളാണ്. അവരിവിടെ 12th കഴിഞ്ഞിട്ട് നാട്ടിലിപ്പം പഠിക്കുന്നു. വൈഫ് ജോലി ചെയ്യുന്നുണ്ട്. മക്കൾ 2 പേരും ഇവിടെ 12th വരെ കഴിഞ്ഞിട്ട്. അപ്പോൾ 2 പേര്, മൂത്ത ആള് MBBS 4th ഇയർ ആണ് നാട്ടിൽ പഠിക്കുന്നത്. ഇളയ മോള് BSc സൈക്കോളജി കഴിഞ്ഞിട്ട് ഇപ്പോൾ 3rd ഇയർ കഴിഞ്ഞു. MSc സൈക്കോളജിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു. തീർച്ചയായിട്ടും സന്തോഷം സാറേ. അതുകൊണ്ട് ഈ പ്രദേശത്ത് കുവൈറ്റിൽ വന്നേ പിന്നെ സാറിൻ്റെ സംഗീതം വളർത്തിയെടുക്കാനായിട്ട് സാറിന് പറ്റിയിട്ടുണ്ടോ? അത് സാറ് ഇങ്ങനെ പാടുന്നത് മാത്രമല്ല, അത് വേറെ ആരെങ്കിലും പാട്ട് പഠിപ്പിക്കുമോ? അങ്ങനെ പാടുന്നതിനൊപ്പം തന്നെ സാറിന് സംഗീതം വളർത്തണം എന്നൊരു ആഗ്രഹത്തിൽ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഞാൻ അങ്ങനെ പൊതുവെ ആരും പഠിപ്പിക്കുന്നില്ല. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞ് വന്ന പലരും, പല ചർച്ചക്കാരും പല ഇൻഡിവിജ്വൽ ആൾക്കാരും വന്ന് പറഞ്ഞ് മക്കളെ ഒന്ന് ഒരു പാട്ട് പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ അതൊരു നല്ല ശുശ്രൂഷയാണ്. അത് നമുക്ക് കിട്ടിയിട്ടുള്ള ടാലൻറ്റ് നമ്മളങ്ങനെ ഒരു കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നെങ്കിൽ, അല്ലാതെ മറ്റ് ക്ലാസ്സുകൾ അങ്ങനെയൊന്നുമില്ല. കൊയറുകളാണെങ്കിലും ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അവർക്ക് ആവശ്യമായ ട്രെയിനിങ് ചെയ്തു കൊടുക്കാനായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും. സാറ്, ഞാനും കേട്ടിട്ടുണ്ട് സാറിൻ്റെ പാട്ട്. ഈ ചിലപ്പം ഞാനിപ്പം സാറിനോട് ചോദിച്ചില്ലേ, ഞാൻ കുവൈറ്റിൽ വന്ന കാലത്ത് സാറിനെ പരിചയപ്പെട്ടപ്പോൾ ഒരു പാട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഏതായിരുന്നു? ഹിന്ദോള രാഗം. ഒരു രാഗം ബേസ്ഡായിട്ട് നമ്മളങ്ങനെ പാട്ടുകൾ സാറ് ചുമ്മാതെ മറ്റ് സപ്പോർട്ടുകളൊന്നും ഇല്ലാതെ അതൊന്നും മൂളിക്കേൽപ്പിക്കും. ഹിന്ദോള രാഗാർദ്രനായി ഞാൻ ശ്രീ യേശുവിനവദാനം പാടി. അതിൻ്റെ ബാക്കിയുടെ ഒരു സ്വർഗീയ താള, എൻ്റെ വേർഡിങ് കറക്റ്റ്, സ്വർഗീയ താളങ്ങൾ തേടി ഞാൻ ജീവൻ്റെ തമ്പുരുമീട്ടി. അതാണ് ഞാൻ അത് പറയാൻ വന്നത് സാറേ. അത് ബേസിക്കലി പഠിച്ച ഒരാൾ പാടുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമായി. ഹിന്ദോള രാഗം ബേസ്ഡ് ആയിട്ടൊരു പാട്ട്. വളരെ താങ്ക് യു സാറേ, ഞങ്ങളുടെ പ്രഷർക്ക് വേണ്ടി അത് ഒന്നുകൂടെ പാടി കേൾപ്പിച്ചതിന് നന്ദി. എന്തായാലും അതല്ലാതെ സാറ് ഇന്ന് പാടാനായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്ന വേറൊരു പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് KV സൈമൺ സാറിൻ്റെ പാട്ട് വളരെ ഇഷ്ടമാണ്. പുള്ളിയുടെ ഒരുവിധ പാട്ടുകളെല്ലാം ഒരു സെമി ക്ലാസിക്കൽ ടൈപ്പ് പാട്ടില്ല, ക്ലാസിക്കൽ തന്നെ. ലാംഗ്വേജും, അതെ, മലയാളവും സംസ്കൃതവും എല്ലാം കൂടെ. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ പാട്ടിലും ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പം ഞാനിന്ന് രാജാത്മജ വിരുന്നതിൻ എന്നൊരു പാട്ട് പാടാൻ, ഒരു സെമി ക്ലാസിക്കൽ ഒരു പാട്ടുകൂടെ പാടാനായിട്ട് ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രേക്ഷകർ അതിനായിട്ട് കാത്തിരിക്കുന്നു. സാറ് KV സൈമൺ സാറിൻ്റെ പ്രശസ്തമായ ആ പാട്ട് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. രാജാത്മജവീരം നദിൻ വിവരം ഈ ഉപമയോ മഹാസ
മഹാസാരം. രാജാത്മജവീരം നദിൻ വിവരം ഈ ഉപമയോ മഹാസാരം. രാജസൂതൻ വേളിയൊന്ന് കഴിച്ചതു പണ്ട്, രാജ്യത്തുള്ള പൗരന്മാരെ ക്ഷണിച്ചതു കൊണ്ട്. രാജസൂതൻ വേളിയൊന്ന് കഴിച്ചതു പണ്ട്, രാജ്യത്തുള്ള പൗരന്മാരെ ക്ഷണിച്ചതു കൊണ്ട്. ഭോജനത്തിനാളണഞ്ഞരജനം കണ്ട്, ഭോജനത്തിനാളണഞ്ഞരജനം കണ്ട്. ആ ജനത്തെ വിളിച്ചുടൻ ആളയച്ചുകൊണ്ട്. രാജാത്മജവീരം നദിൻ വിവരം ഈ ഉപമയോ മഹാസാരം. രാജാത്മജവീരം നദിൻ വിവരം ഈ ഉപമയോ മഹാസാരം. വിഭവങ്ങളെല്ലാം ചേർത്തു ഞാൻ തീരുന്ന്, വേണ്ടും വിധം ചമയ്ക്കയാൽ നിങ്ങളിപ്പോൾ വന്ന്. വേണ്ട വിഭവങ്ങളെല്ലാം ചേർത്തു ഞാൻ തീരുന്ന്, വേണ്ടും വിധം ചമയ്ക്കയാൽ നിങ്ങളിപ്പോൾ വന്ന്. വേണ്ടുവോളം പൂജിക്കുവിൻ തൃപ്തരാകുവിൻ എന്ന്, വേണ്ടുവോളം പൂജിക്കുവിൻ തൃപ്തരാകുവിൻ എന്ന്. വേണ്ടിനാക്ഷണം ലഭിച്ച മനുജരോടന്ന്. രാജാത്മജവീരം നദിൻ വിവരം ഈ ഉപമയോ മഹാസാരം. രാജാത്മജവീരം നദിൻ വിവരം ഈ ഉപമയോ മഹാസാരം. പാടി ഫലിപ്പിക്കാൻ അല്പം പ്രയാസമുള്ളൊരു പാട്ടാണ് അതല്ലേ. ലാംഗ്വേജും അതിൻ്റെ വാക്കുകൾ തമ്മിലുള്ള അടുക്കും ചിട്ടയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി പ്രയാസം, എന്നാലും നല്ല ഭംഗിയായിട്ട് രാജാത്മജ വിരുന്ന് അല്ലേ. കെ വി സൈമൺ സാറിൻ്റെ പാട്ടുകൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് സാറിൻ്റെ ഭംഗി, ഭാഷാശുദ്ധിയും ഭാഷയിലുള്ള ഭംഗിയും അതിങ്ങനെ ക്രമമായിട്ട് ഈ നാട്ടിലെ പ്രാസത്തിന് അടുക്കി വെച്ചേക്കുന്ന പോലുള്ള വളരെ ഭംഗിയായിട്ട് സാറേ പാടി. ഇങ്ങനെയുള്ള പാട്ടുകളാണ് സാധാരണ ആൾക്കാരങ്ങനെ സെലക്ട് ചെയ്യത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ ഹിന്ദോള രാഗം, അത് ഈ രാഗം ബേസ്ഡ് പാട്ട്, നല്ല സെമി ക്ലാസിക്കൽ, അങ്ങനെയുള്ള പാട്ടിൽ സാറിൻ്റെ കഴിവ് തീർച്ചയായിട്ടും ഈ രണ്ട് പാട്ടിലൂടെ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതുകൂടാതെ സാറേ ഈ കുവൈറ്റിൻ്റെ പ്രദേശത്ത് വന്നേ പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞ ഒരു 32 വർഷത്തെ അനുഭവം എന്ന് പറയുമ്പോൾ സാറിൻ്റെ ക്രിസ്തീയ ജീവിതവും ഈ സാക്ഷ്യങ്ങളും അങ്ങനെ ജീവിതത്തിൽ സാറിന് ഈ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ അല്ലേ പാടി കേൾപ്പിക്കുന്നത്? തീർച്ചയായിട്ടും. ഞാൻ അങ്ങനെ അല്ല, നമ്മൾ പൊതുവെ അങ്ങനെ ഒരു പാട്ട് പാടി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പാടുന്ന പാട്ടിലൂടെ അനുഭവിച്ച ദൈവത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു. അങ്ങനെ സാറിൻ്റെ ജീവിത സാക്ഷ്യവുമായിട്ട് ഈ പാട്ടുകളെ ബന്ധപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. സാക്ഷ്യം പറഞ്ഞല്ല, ഞാൻ കുവൈറ്റ് വളരെ തുച്ഛമായ ശമ്പളത്തിന് ഒരു കോൺട്രാക്ട് കമ്പനി ജോലിക്ക് വന്നതാണ്. അത് 94 വന്നതാണ്.
ഇവിടെ വന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പ്രശ്നങ്ങളും ഭാരങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷെ എന്നാൽ ഞാൻ സേവിച്ച ദൈവത്തെ ഒരിക്കലും മറന്നു പോകാതെ ജീവിച്ചുകൊണ്ട് ദൈവം എന്നെ ഒരുപാട്, സത്യം പറഞ്ഞാൽ ഒരുപാട് അനുഗ്രഹിച്ചു. നമ്മളെ ഞാൻ കൂട്ടുകാരിൽ പരമായി ആനന്ദതൈലം കൊണ്ട് നമ്മളെ പോറ്റുന്നുള്ളൊരു എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായത് സത്യമായിട്ടും അത്. പിന്നെ എനിക്ക് പല പ്രയാസങ്ങളും, അതായത് ഞാൻ 2022 ഫെബ്രുവരി മാസം 26 ലോകത്തു നിന്ന് മാറ്റപ്പെട്ടെന്ന് വിചാരിച്ചാണ്. എനിക്കൊരു ചെസ്റ്റ് പെയിൻ, ഒരു ചെസ്റ്റ് പെയിൻ ഉണ്ടായി. പർവാനി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടെന്ന് പറഞ്ഞൊരവസ്ഥയിലായിരുന്നു. മെഡിക്കൽ സയൻസ് വിധി എഴുതി എന്നൊക്കെ പറയുന്ന പോലെ. എന്നാൽ ദൈവം നമ്പർ അതൊന്നൊക്കെ വിടുവിച്ച് ഞാനിപ്പം എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമായി സന്തോഷമായിട്ട് വലിയ കുഴപ്പമില്ലാതെ ദൈവം തമ്പുരാൻ നടത്തുന്നു. സ്റ്റെൻഡ് ഇട്ടേക്കൊന്നുമില്ല, ഓപ്പറേഷൻ ചെയ്തു. ഓ ശരി 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 ശരി. CBC ചെയ്ത് അത് റെക്ടിഫൈ ചെയ്തു. അതെ. ഓ അത് ശരി ശരി. അങ്ങനെ മറ്റ് പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഞാൻ എൻ്റെ ഒരു ഞാൻ പറയുവാണെങ്കിൽ അത് നമ്മൾ സേവിക്കുന്ന ദൈവം, അത് നമ്മുടെ ജീവിതത്തിൽ എത്ര കഷ്ടപ്പാട് വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ കൈവിടത്തില്ല. പരീക്ഷണങ്ങളൊക്കെ താൽക്കാലികം എന്ന് മാത്രമല്ല, നമ്മുടെ ബലഹീനമായ ശരീരത്തെ എപ്പോഴും ബലപ്പെടുത്തി നടത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ശാരീരിക അസ്വസ്ഥത ഇപ്പോൾ അങ്ങനെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനിപ്പോഴും ഒരു രാവിലെ 5 മണിയാകുമ്പോൾ ജോലിക്ക് പോകും, 3 മണിയാകുമ്പോൾ വരും. അങ്ങനെയുള്ള മറ്റു പ്രശ്നങ്ങൾ, മെഡിക്കേഷൻ ഉണ്ടാവും, തീർച്ചയായിട്ടും. പക്ഷെ ആ ബുദ്ധിമുട്ട് പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. ചിലത് തക്ക സമയത്ത് ദൈവം കണ്ടെത്തി അത് മാറ്റി തരുന്നു. ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ പാടുകയും ചെയ്യുന്നൊരു ദൈവം അല്ലേ, നമുക്ക് വേണ്ടി എപ്പോഴും ജീവിക്കുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെയൊക്കെ അനുഭവം ഇതായിരുന്നു, സാറിന് അറിയാമായിരുന്നു. ഞാനിതുപോലെ വല്ലാത്തൊരവസ്ഥയിലൂടെ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ഫെബ്രുവരിയിൽ കോവിഡായിട്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞ അവർ വിധി എഴുതിയ ഒരാളാണ്. എന്നാൽ ഒരുപക്ഷെ ഇന്ന് നമ്മളെ രണ്ടുപേരെയും കൂടെ ദൈവം ഒരു വേദിയിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലൊരു ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ഈ കുവൈറ്റിൻ്റെ പ്രദേശത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ. അപ്പോൾ സാറിൻ്റെ ഈ സാക്ഷ്യം ഇത് പാട്ടിലൂടെ മാത്രമല്ലാതെ സാറ് അവസരം കിട്ടുന്നിടത്തൊക്കെ സാക്ഷ്യം പറയുന്നതുകൊണ്ട് വചനശുശ്രൂഷയുടെ ഭാഗമായി നമ്മളെ വിളിച്ച ദൈവത്തിൽ ഏത് രീതിയിൽ നമുക്ക് ഉയർത്താമോ ആ രീതി തീർച്ചയായിട്ടും നമ്മൾ ഉയർത്തണമല്ലോ. താലന്തുകൾ മൂടി വെക്കുന്നവനല്ല അല്ലേ, ലഭിച്ചതുകൊണ്ട് മറ്റൊന്നുകൂടെ മറ്റുള്ളവർക്ക് അതൊരു ജീവിതത്തിലൊരു അനുഭവമാണെങ്കിൽ ആവുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു അനുഭവം പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവം പലർക്കും മറ്റൊരാൾക്ക്, അതായത് പ്രത്യേകിച്ച് നിരാശയിലോ സങ്കടത്തിലോ എനിക്കിതെങ്ങനെ വന്നു, എനിക്ക് അസുഖം വന്നല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തിലിരിക്കുന്ന ഒരാളുടെ അടുത്ത് സാറിൻ്റെ ഒരു അനുഭവം പറഞ്ഞു കേൾക്കുമ്പോൾ ഞാനിങ്ങനെ മരിച്ചവനായിരുന്നു, എന്നാൽ തക്ക സമയത്ത് ദൈവം എന്നെ വിടുവിച്ചു എന്നൊരു സാക്ഷ്യം പറയുമ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ ഇരിക്കും, ഈ പ്രയാസത്തിലിരിക്കും, അങ്ങനെ ആയിരിക്കും ദൈവം സംസാരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്, സങ്കടത്തിലിരിക്കും. അപ്പോൾ ഈ എപ്പിസോഡ് കാണുമ്പോഴും അങ്ങനെ ആയിരിക്കും, ജീവിതത്തിൽ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലൂടെ കടന്നുപോയതിൻ്റെ അതിൻ്റെ മധ്യത്തിൽ വിളിച്ചവൻ വിശ്വസ്തൻ. അതല്ലേ എപ്പോഴും നമ്മൾ പറയുന്നത്, വിളിച്ച ദൈവം വിശ്വസ്തൻ. വേദനകളും സങ്കടങ്ങളും ദിവസം തന്നെ പറയുന്നുണ്ട്. അത് 23-ാം സങ്കീർത്തനത്തിൽ പച്ചയായ പുൽപ്പുറങ്ങളിലും അവനുണ്ട്, തൊട്ട് താഴെ കൂരിലിൻ്റെ താഴെ രണ്ടിടത്തും. അപ്പം ആരോഗ്യമുള്ളിടത്തും കർത്താവുണ്ട്, അസുഖം വരുമ്പോഴും കർത്താവുണ്ട് എന്നുള്ള ആ ഒരു വലിയ സാക്ഷ്യം സാറിലൂടെ ഈ കുവൈറ്റ് പ്രദേശത്ത് അനേകർക്ക് ഉണ്ടാവട്ടെ. സങ്കടത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർക്ക് സാറിൻ്റെ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാറിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലും ഈ കുവൈറ്റിൻ്റെ പ്രദേശത്തും അത് കഴിഞ്ഞു എവിടെയാണെന്നും ദൈവം ആക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഇണങ്ങുന്ന ആയുധമായി തീരട്ടെ എന്ന് ഹാർവസ്റ്റ് ടിവിക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരല്പനേരം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് സാറിനോട് ഹാർവസ്റ്റ് ടിവിയുടെ പേരിലുള്ള എല്ലാ നന്ദിയും നന്മകളും ഞങ്ങൾ അറിയിക്കും. താങ്ക് യു സോ മച്ച്. ഹാർവസ്റ്റ് ടി വി ഒരുക്കിയ ഈ പ്രവാസി സംഗീതത്തിൽ വന്ന് എനിക്ക് 2 പാട്ട് പാടുവാനും സാക്ഷ്യം പറയുവാനും ഒരുക്കിയ ഈ വേദിക്ക് എൻ്റെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. അനുഗ്രഹകരമായ ഒരു എപ്പിസോഡൂടെ നമ്മുടെ ഇന്ന് കഴിഞ്ഞുപോയി. പ്രിയപ്പെട്ട ബിനോയ് യോഹന്നാൻ സാറിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ കേട്ടു അല്ലേ. വെറുതെ പാടുകയല്ല, അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമായി പാടി കേൾപ്പിക്കുക അനുഗ്രഹകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാറിനെ സഹായിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്നാൽ നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ
നിങ്ങൾക്ക് ഈ ഹോട്ട് സീറ്റിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ താലന്തുകളുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കുവാനും നിങ്ങളെയും നിങ്ങളുടെ താലന്തുകളെയും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനുള്ള അവസരമുണ്ടാവും. അങ്ങനെ വീണ്ടും ഒരു വ്യക്തിയുടെ സംഗീത അഭിരുചികളെയും പരിചയപ്പെടുത്തലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.